ഓക്കെ ആയിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അവർ ശരിക്കും എൻ്റെ അടുത്ത് തന്നെ വന്നത് ഒപ്പിട്ട് കൊണ്ടുപോകേണ്ട മര്യാദയല്ലേ ഉള്ളത്. അപ്പം ഇതുവരെ പോലീസ് ഞാൻ കണ്ടാൽ അറിയാവുന്നതെന്ന് തന്നെയല്ല, ഞാൻ 25 വർഷം പ്രവർത്തിച്ചൊരു പാർട്ടിയാണല്ലോ. അതിനകത്ത് എനിക്ക് ഇത്രയും ഒരു സംഭവം ഉണ്ടപ്പോൾ ഇത് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി ഞാൻ പേര് വിവരങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയോ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല. എൻ്റെ മൊഴി പോലും അവരെടുത്തിട്ടില്ല. CN മോഹൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുമ്പ് ചേച്ചിനെ കാണാതായിട്ടുണ്ട്, ചേച്ചി കോൺഗ്രസുമായിട്ട് നേരത്തെ ഡീലുണ്ട് എന്നുള്ളൊരു സൂചനകളൊക്കെയാണ് പാർട്ടി പറയുന്നത്. ഞാൻ കാണാതായിട്ട് ഒരു പോലീസിൽ പരാതി കൊടുത്തിരുന്നോ കൗൺസിലറെ, അവരുടെ കൂടെയുള്ളൊരു കൗൺസിലറെ കാണാതായി എന്ന് ഇവരിപ്പോൾ പറയുന്നു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന് അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചില്ലല്ലോ. പോലീസ് സ്റ്റേഷനിലൊരു ഇൻഫർമേഷൻ ഉണ്ടോ ഞാൻ മിസ്സിങ് ആണെന്നുള്ളതിന്? മറ്റ് കൗൺസിലർമാരും കൂടെ പാർട്ടി ഓഫീസിൽ തന്നെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. പാർട്ടി ഓഫീസിൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നുള്ള സാഹചര്യം വ്യക്തമാണ്. ഇപ്പം ഇന്നലെ അരുൺകുമാർ ഒരു പ്രസ്താവന ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗഹൃദപരമായിട്ട് ഒരു കൗൺസിലറെ ആനയിച്ച് വണ്ടിയിലേക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് തന്ന് എന്നെ കയറ്റിക്കൊണ്ട് ഏരിയ കമ്മിറ്റി. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ പൊതുജനം കഴുതയല്ലല്ലോ. ഇത് ലൈവായിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു സ്ത്രീയെ പ്രതിരോധിക്കാൻ എത്രയാണെന്ന് പറയില്ല, 1500 പേരോളം വരുന്ന ഒരു ജനക്കൂട്ടത്തെ നേരിടാനുള്ള കപ്പാസിറ്റി ഒന്നും എന്തായാലും എനിക്കില്ലെന്ന് അവർക്കറിയാം. എന്ത് തന്നെ ആയാലും പോലീസ് ഫോഴ്സും ഈ പൊതുജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ, കൗൺസിലേഴ്സ്, നഗരസഭ അധ്യക്ഷ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ, ഇവരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. മൃഗീയമായിട്ട് തന്നെയാണ് എന്നെ ഉപദ്രവിച്ചത്. ഒരു സ്ത്രീയോട് ഞാനിപ്പോൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണേലും, പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളാണ്. ഞാനും അവരുടെ ഒപ്പം ഈ എറണാകുളത്ത് തന്നെ സ്ത്രീകൾക്കെതിരെ എന്തക്രമം നടന്നത് അവരുടെയൊക്കെ മുമ്പിൽ കയറി നിന്ന് വാതോരാതെ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പൊതുജന മധ്യത്തിലിട്ട് എൻ്റെ മുടി ഇപ്പോൾ എന്തായാലും മീഡിയ കള്ളം പറയില്ലല്ലോ, ഒരു നേരിട്ട് കണ്ട കാര്യമാണ്. എൻ്റെ മുടിക്കുത്തിന് ചുറ്റി ഒരു 18 വയസ്സ് പോലും തികയാത്തൊരു പയ്യൻ, അവൻ ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ പുറകിൽ നിന്ന് വളരെ ഇതായിട്ട് ഒച്ചപ്പാട് കേൾക്കാം, അവളെ അകത്ത് കയറ്റരുത്, അവളെ അകത്തേക്ക് വിടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അപ്പം CPMൻ്റെ ലോക്കൽ സെക്രട്ടറി പറയുന്നുണ്ട്, അവളെ കൊന്നു കളയടാ, ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഒച്ചയുണ്ടല്ലോ, ഏത് ഉറക്കത്തിൽ കേട്ടാലും എനിക്കറിയാം. കാരണം ഞാൻ ഇവരോട് തോളോട് തോള് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരാളെ 4 ദിവസം കണ്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ അതൊക്കെ ഒന്നും ആരെയും പൊട്ടന്മാരാക്കാൻ നമുക്ക് പറ്റില്ല. 25 വർഷം ഇതുവരെ പോലും ഇവർ പാർലമെൻ്ററി പാർട്ടിക്ക് ഞാൻ ചെന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ പാർലമെൻ്ററി പാർട്ടി ഇവർ വിളിച്ച സമയത്ത് ഞാൻ പങ്കെടുത്ത ആളാണ്. അന്ന് ഒരു നിർദ്ദേശവും പാർട്ടി എനിക്ക് തന്നിരുന്നില്ല. പിന്നീട് എനിക്കും എൻ്റെ അമ്മയുടെ അസുഖമായിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് മരിച്ച സംഭവമായിട്ട് ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത് പാർട്ടിക്കാർ. എൻ്റെ മൊബൈൽ താഴെ വീണ് പൊട്ടിയപ്പം സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പം അത് നമ്മൾ ഇതിൻ്റെ തിരക്കിൽ ശ്രദ്ധിക്കാതെ പോയി. ഒരു ഗ്യാപ്പിലാണ് ഇവർ പറയുന്നത്. ഇപ്പോഴാണോ അവർ പറയുന്നത് എന്നെ തട്ടിക്കൊണ്ട് പോയതാണെന്നോ അവർ എന്തൊക്കെയോ കേൾക്കുന്നു, അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. UDFകാർ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് UDFൻ്റെ കൂടെ അവർ തട്ടിക്കൊണ്ട് പോകുമ്പം അത് നാടകീയമായിട്ട് പോകാൻ ഞാൻ അത്രയ്ക്കും തരം താണ ഒരു പ്രവൃത്തിയിലേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മരണവും ആവശ്യപ്പെട്ട് ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവർ തട്ടിക്കൊണ്ട് പോയെങ്കിൽ ഇപ്പോഴാണ് അവർ തട്ടിക്കൊണ്ട് പോകൽ നാടകം പറയുന്നത്. പക്ഷേ ഞാൻ മിസ്സിങ് ആണെന്നുള്ളതിനെക്കുറിച്ച് ഒരു കേസോ ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന. ഇപ്പോഴില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ നഗരസഭ ചെയർപേഴ്സൺ എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ വിഷ്വലുണ്ട്. കൗൺസിലർമാരായ ജിഷ രഞ്ജിത്ത് തന്നെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന വിഷയമുണ്ട്. CPMൻ്റെ ലോക്കൽ സെക്രട്ടറി, അതുപോലെ തന്നെ DYFIയുടെ നേതാവ് അരുൺ അശോകൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, ഇവരെല്ലാം അവളെ എടുത്ത് വണ്ടിയിലെ കയറിയടാ എന്നൊക്കെ പറയുന്നു. ഇതിപ്പം ലൈവായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് ആരോട് പറയാം? ഇങ്ങനെയൊക്കെ ഇത് കഥ മെനഞ്ഞതല്ലല്ലോ.
ഇത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പം CN മോഹൻ സഖാവ് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് തൽക്കാലം അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് ഞാൻ കാണുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കൂത്താട്ടുകുളത്തേക്ക് തിരിച്ചു പോകാനാണോ? ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വനിതാ സഖാവിനെ ഇത്രയും പേര് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഒരു പോലീസ് നോക്കി നിന്നു. അതുപോലെ വനിതാ പ്രവർത്തകർ എൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ് എന്നുള്ളൊരു പരിഗണന അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പരസ്പരം രസിക്കുന്ന സമയത്ത് മനസാക്ഷി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇതിലൊക്കെ ഉപരിയായിട്ട് അവരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു. ഞാനത് കേൾക്കുന്നുണ്ട്. ചേച്ചിയെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞൊരു കോൺഗ്രസിൻ്റെ നേതാവ് ഇങ്ങനെ പിടിക്കുന്നത് അതൊരു പുരുഷനാണ് കേട്ടോ. ഇങ്ങനെ അയ്യോ അവരെ ഒന്നും ചെയ്യല്ലേ എന്ന് കാരണം മൃഗീയമായിട്ട് തന്നെയാണ് മുടിക്കുത്തിന് പിടിച്ച് അവർ എന്നെ ഒലച്ച് അത് ഇത്രയും ഉപദ്രവിച്ച് സാരിയുടെ കുത്ത് വലിച്ച് പറിച്ച് അതൊരു സ്ത്രീ സഹായിച്ചു കൊടുത്തിട്ട് ഒരു ചെയർപേഴ്സൺ സഹായിച്ചു കൊടുത്തിട്ട് ഒരു DYFI നേതാവ് ഒരു വനിതയുടെ ഇത്ര പൊതുജന മധ്യത്തിൽ ഇത്രയും അപമാനിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ച് നമുക്ക് എന്ത് സുരക്ഷയാണ് നമുക്ക് ഉള്ളത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്? തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും ജനങ്ങളുടെ മധ്യത്തിൽ ഈ ഒരു അപമാനം ഉണ്ടായപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്കിപ്പോൾ ശരിക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഈ പോലീസ് ഇന്നലെ ഒരു കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു കൗൺസിലറായ കലാരാജു. നേരത്തെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് കലാരാജു. ഒപ്പം തന്നെ തന്റെ മൊഴി എടുത്തില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ അവർ ഉന്നയിക്കുന്നുണ്ട്.